ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ആഘോഷമാണല്ലോ ക്രിസ്മസ്. ദൈവം മനുഷ്യനോട് നേരിട്ട് സംഭാഷിക്കുക എന്നത് തന്നെ ദൈവത്തിൻ്റെ കരുണയുടെയും വാത്സല്യത്തിൻ്റെയും പ്രത്യക്ഷ ചിഹ്നമാണ്. ഭൂതകാലത്ത് കേവലം അസംഭവ്യമായി പരിഗണിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് ഉയരെടുക്കുകയാണ്. ദൈവം നിത്യവചനത്തിൻ്റെ ആളത്വത്തിൽ മനുഷ്യനെ സമീപിച്ചു. യഥാർത്ഥ ദൈവത്തിൻ്റെ യഥാർത്ഥ ദൈവമായവൻ ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. ഈ അന്ത്യനാളുകളിൽ സർവശക്തനും അനാദ്യന്തനുമായവൻ തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. ആ അരുളപ്പാടിൻ്റെ പ്രാരംഭമാണ് ക്രിസ്മസ് ദിനത്തിൽ നാം കൊണ്ടാടുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരവും വിനയാന്വിതവുമായ ജനനത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പുനരാഗമനം വരെ മനുഷ്യവർഗത്തെ പ്രകാശിപ്പിക്കേണ്ട സാക്ഷ്യ വെളിപാടുകളുടെ ഒരു പ്രവാഹഗതി തന്നെ ചൈതന്യം പൂണ്ടു. ആ ചൈതന്യത്തിൽ ജീവിക്കുകയും ആ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം. ക്രിസ്തുവിൻ്റെ ജനന സാഹചര്യങ്ങളിൽ ദൈവം മനുഷ്യരോട് തൻ്റെ പുത്രൻ മുഖാന്തരം സംഭാഷിച്ചു തുടങ്ങി. അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും കാണാൻ ആഗ്രഹിച്ചിട്ടും കാണാതിരുന്ന ഒരു വലിയ സന്ദേശം കേവലം ലളിതവും സാധാരണവുമായ ആ രംഗത്തെ ചൂരമിട്ടു നിന്നു. ആ രംഗത്തെപ്പറ്റി കുറേ നേരം ഒന്ന് ചിന്തിച്ച് അതിൽ നിന്ന് നാം എന്ത് ലഭിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ വിനയത്തിൻ്റെ മഹാത്മ്യത്തെ പറ്റിയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ പുൽക്കൂട്ടിൽ കീറ്റുശീലകൾ അണിഞ്ഞു കിടക്കുന്ന ശിശു വാസ്തവത്തിൽ ആരാണെന്ന് നമുക്കറിയാം. ദാരിദ്ര്യത്തിൻ്റെയും സാധാരണത്വത്തിൻ്റെയും മൂടുപടത്തിന് പുറകിൽ അലൗകിക തേജസ് ത്രസിക്കുന്നുണ്ട്, സംശയമില്ല. പക്ഷേ അന്ന് ബേത്ലഹേമിൽ ആ വഴിയമ്പലത്തിൽ പാർത്തിരുന്നവർക്ക് എത്രയോ മോശമായ ഒരു ഈറ്റില്ലമായിട്ട് അതിന് കണ്ടു കാണണം. ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ കർത്താവ് പിറന്ന് വീണതിനേക്കാൾ സൗകര്യം കുറഞ്ഞതോ അനാഥമോ ആയ ഒരു മനുഷ്യസ്ഥിതി അവർക്ക് അനുസ്മരിപ്പാൻ കൂടി കഴിഞ്ഞു കാണുകയില്ല. ഏറ്റവും ദാരിദ്ര്യപൂരിതവും അതുപോലെ തന്നെ ധനപതികളിൽ നിന്നും അകന്നു നിൽക്കുന്നതും അതുപോലെ തന്നെ അനേകർ ലജ്ജിക്കുന്നതുമായ അവസ്ഥയിലാണ് ക്രിസ്തു വന്ന് പിറക്കുന്നത്. പ്രിയമുള്ളവരെ, ആ മാട്ടിൻ തൊഴുത്തിലെ എല്ലാ അശുദ്ധിയും ഇല്ലാതാക്കുവാൻ തക്കോണം ആ കേവലം ക്രിസ്തുവിൻ്റെ ജനനം മുഖാന്തരമായി തീർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അശുദ്ധിയിൽ ജീവിക്കുന്ന മനുഷ്യവർഗത്തിൻ്റെ ആ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുള്ള സകല അശുദ്ധിയെയും നീക്കിക്കളയുവാൻ ആ ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ട് ആ പ്രകാശം നിറയുന്നതായ അനുഭവം കൊണ്ട് ഇടയാക്കി തീർക്കുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നും ആ ദൈവനമ്പരൻ അരുളി ചെയ്യുന്നു. വെറുതെ കേവലം അസംഗതമായ ഒരു സംഭവമായിട്ട് ഇതിനെ കാണുവാൻ കഴിയുകയില്ല. ജീവിതത്തിൽ നമുക്ക് നമ്മുടെ സ്ഥാനങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുപ്പാൻ കഴിയും. എന്നാൽ ക്രിസ്തുവും തൻ്റെ സ്ഥാനം തിരഞ്ഞെടുത്തത് വൻ മാളുകളിലോ കൊട്ടാരത്തിലോ അല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഏറ്റവും എളിമപ്പെട്ട അവസ്ഥയിൽ ഭൂമിയിൽ വന്ന് പിറക്കുകയും എന്നാൽ സകല ജനത്തിൻ്റെയും ഇടയനായിട്ട് സകല ജനത്തിൻ്റെയും സ്നേഹവാഹകനായിട്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ കഴിയുള്ള ദൈവത്തിൻ്റെ പുത്രനായിട്ട് ഈ ലോകത്തിൻ്റെ സകല സൃഷ്ടിച്ചവനായ ആ സൃഷ്ടികർത്താവ് ഇന്ന് നമ്മുടെ മധ്യേ നിലകൊള്ളുകയാണ്. ഹൃദയങ്ങൾ അന്യാധീനമായി പോകുന്ന ഈ കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യവും നിർമ്മലമായ ജീവിത രീതിയിൽ നിന്ന് ഇന്ന് ദൈവിക നിയന്ത്രണത്തിന് സമർപ്പിക്കാതെ കണ്ട് സ്വന്തം ഇഷ്ടത്തിൽ നീങ്ങുന്നതായ ഈ കാലഘട്ടത്തിലെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എൻ്റെ ദൈവമേ, ഞങ്ങൾ സ്വാതന്ത്ര്യം അങ്ങയിലാണല്ലോ. നിർമ്മലമായ ഹൃദയത്തിൻ്റെ ഭാഗമായി മാറുവാൻ അവിടെ നിങ്ങൾ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഈ ദിനങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മെപ്പറ്റി തന്നെ നമുക്ക് അറിവുള്ള അനേക കാര്യങ്ങൾ മാറ്റിവെച്ച് ക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കി ആ സ്നേഹനിധിയായ ക്രിസ്തുവിൻ്റെ പരിമിതിയില്ലാത്ത സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്നതായ ഒരു ക്രൈസ്തവ സമൂഹമാണ് ദൈവം വരാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ആ ക്രിസ്തുവിനെ, സ്വന്തം പുത്രനെ സ്നേഹസമാനമായിട്ട് ഈ ഭൂമിയിൽ നമുക്കായിട്ട് നൽകിയതും. അതുകൊണ്ട് തന്നെ ആ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് യാത്ര ചെയ്യാം, അന്ത്യവരെയും യാത്ര ചെയ്യാം. ആ യാത്രയിൽ വീണുപോകാതെ താങ്ങിക്കൊള്ളുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ ക്രിസ്തുവിനെ നമ്മൾ കൂടെ അയക്കുന്നു. ആ ദിവ്യ പ്രഭയാകുന്ന ക്രിസ്തു നമ്മോടുകൂടി ചേർന്ന് നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ സകല അന്ധകാരത്തെയും നീക്കുവാൻ നമുക്ക് മതിയായ ശക്തി ലഭിക്കുന്നു. ആ ശക്തിയിലൂടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമേൻ.